നേരത്തെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി സംസാരിച്ചപ്പോ ഐ തിങ്ക് മോഡേൺ പാരന്റ്സ് പിന്നെയും കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഇതെന്താന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് അത് കാണാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ അടുത്ത് സ്കൂൾസിലാണെങ്കിലും അത് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഡിസ്കഷൻ നടത്താറുണ്ട്. പക്ഷെ ഇച്ചിരി കൺസർവേറ്റീവ് പാരന്റ്സ് അപ്പോഴും ലിമിറ്റ് വെക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു മോഡേൺ പാരന്റ്സിനും കാട്ടിയും കൂടുതൽ കൺസർവേറ്റീവ് പാരന്റ്സ് ആണ്. അപ്പോൾ ശരിക്കും ആ ഒരു ലിമിറ്റേഷൻ അല്ലേ അപ്പൊ അതൊരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ഇതെന്തോ ഒരു പ്രശ്നമുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഒരു തോട്ട് പല പിള്ളേരിലും വരാൻ കാരണം എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കുറച്ച് പേരൻസ് ഇവിടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന പേരൻസ് എനിക്ക് തോന്നുന്നു ഇനി ഒന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു കുട്ടികൾ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സമൂഹത്തിലെ അല്ലെങ്കിൽ പ്രത്യേക കുടുംബത്തിലെ കുട്ടികൾക്ക് അത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെക്കാൾ കുറച്ചുകൂടെ അഗ്രസീവായി പെരുമാറാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റു പാരന്റ്സ് അങ്ങനെ അല്ല എന്നും കൂടി ഇപ്പൊ പറഞ്ഞില്ലേ. അതെ. അപ്പൊ ആ കുട്ടികളും ഈ കുട്ടികളും കൂടി വരുമ്പോ ഈ കുട്ടികൾ കുറച്ചുകൂടെ കാമായിരിക്കും. കാരണം അവർക്കെല്ലാം സംസാരിക്കാനും കേൾക്കാനും പറയാനും അവരുടെ പേരൻസ് ഇപ്പൊ ആയി. അവർക്ക് ഇനിയിപ്പോ അത് പുറത്തു പോയി ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വീട്ടിൽ പോയി ചോദിക്കാന്ന് പറയുന്ന ഒരു സമൂഹം അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇനിയിപ്പോ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവർ കുറച്ച് എനിക്ക് തോന്നുന്നു അവർക്കായിരിക്കും പേടിക്കേണ്ടത്. കാരണം അവരുടെ കുട്ടികൾ ഇത് എവിടെയാ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാറായില്ല. അവർക്ക് എന്തൊക്കെ ഇഷ്യൂ വരും, അവർക്ക് വരുന്ന സംശയങ്ങൾ അവർ എവിടെ ചോദിക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആ ചോദിക്കുന്ന ആൾ എന്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞു മാത്രമാണ് കൊടുക്കുന്നത്, ഇതിന് കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ വീട്ടിൽ ചോദിക്കുന്നതല്ലേ. അതെ.